നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെയും പാർട്ടിയെയും വഞ്ചിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചേ തീരുവെന്ന ശബ്ദങ്ങൾ ഉയരുകയാണ്. കരിമണൽ കർത്ത മകൾ തായ്ക്കണ്ടി വീണ എന്ന വീണ വിജയന് നൽകിയ കോടികളുടെ മാസപ്പടിയുടെ വിഹിതം തീവ്രവാദ പ്രവർത്തനത്തിന് വിനിയോഗിച്ചിട്ടുണ്ടോ? തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി മുഹമ്മദ് റിയാസുമായി ബന്ധമുണ്ടോ എന്നൊക്കെയാണ് ഇനി വിവരങ്ങൾ പുറത്തു വരാനുള്ളത്. അത്തരത്തിൽ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് ഇനി തുടരരുത് എന്ന രീതിയിലുള്ള ആവശ്യങ്ങൾ, മുറവിളികൾ ശക്തമാവുകയാണ്. കാരണഭൂതനും ഇരട്ടച്ചങ്കനുമല്ല എന്ന് കാലം തെളിയിച്ചിരിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പിണറായിയുടെ വലങ്കൈയായും വെറുക്കപ്പെട്ടവനെന്ന് VS അച്യുതാനന്ദൻ വിശേഷിപ്പിച്ചയാളുമായ വ്യക്തിക്കും ഇതിൽ പങ്കുണ്ടെന്ന് സംശയിക്കണം. അപ്രതീക്ഷിതമായി മുഹമ്മദ് റിയാസും പിണറായി വിജയനും കഴിഞ്ഞ വർഷം ഇസ്ലാമിക രാഷ്ട്രങ്ങളായ ഇന്തോനേഷ്യയിലേക്കും മലേഷ്യയിലും ഉൾപ്പെടെ ചിലയിടങ്ങളിൽ സ്വകാര്യ യാത്ര പോയതും ഈ അവസരത്തിൽ ദുരൂഹത ജനിപ്പിക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണ്ടെത്തൽ. ജനങ്ങളെ ഇത്തരത്തിൽ പറ്റിക്കുന്ന ഒരു നേതാവും പാർട്ടിയും വേറെയില്ലെന്ന് വ്യക്തമായിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണ്ടെത്തൽ. ഈ പാർട്ടിയുടെ അണികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ അടിമകളെന്നും കാലം തെളിയിച്ചിരിക്കുന്നുവെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് KMRL കമ്പനി ഉടമ കരിമണൽ കർത്ത മാസപ്പടിയായി കോടികൾ കോഴ നൽകിയിരുന്നു എന്നതിൽ സംശയമില്ല. കേരള തീരം കുഴിച്ചു മറിക്കാനും കരിമണൽ കൊള്ള നടത്താനും പിണറായി വിജയൻ ഒത്താശ ചെയ്തു കൊടുത്തു എന്നതിൽ ആരും സംശയിക്കുന്നില്ല. എന്തുകൊണ്ട് പിണറായി വിജയനെ പുറത്താക്കാൻ CPM-ന് ആർജവമില്ലാതെ പോകുന്നു എന്നതാണ് ചോദ്യം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഇനി ഒരു നിമിഷം പോലും ഇരുന്നുകൂടാ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അന്തസ്സായി രാജിവെച്ച് പുറത്തുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് പിണറായി വിജയനെ നീതീകരിക്കുന്നതെന്ന ചോദ്യവും ശക്തമാകുന്നു. കരിമണൽ കർത്തയുടെ പണം തീവ്രവാദി സംഘടനകൾക്ക് പോയിട്ടുണ്ടെന്ന് തെളിയുന്ന സാഹചര്യത്തിൽ വീണയ്ക്ക് കൊടുത്ത പണം എങ്ങനെ വിനിയോഗിച്ചു എന്നതും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. CMRL ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും പണം നൽകിയതായി സംശയമെന്ന് SFIO ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും SFIO ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയാൻ ഇല്ലാതെ ഇരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ കുറെ പൊള്ളത്തരങ്ങളുമായി പിണറായിയെ നീതീകരിക്കുമെന്നതല്ലാതെ രാജിവെക്കണമെന്ന് പറയാനുള്ള ആദർശമൊന്നും ആർജവമൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് വിലയിരുത്തൽ. കർത്തായുടെ പണം കൊണ്ട് പിണറായിയുടെ മകൾ തീവ്രവാദി ശക്തികൾക്ക് സംഭാവന ചെയ്തോ എന്നല്ല കേരളത്തിൽ പ്രസക്തമായത്. കർത്ത എന്തിന് വീണയ്ക്ക് മാസപ്പടി കോടികളായി കൊടുത്തു എന്നതാണ് പ്രസക്തമായ കാര്യം. ചെയ്തു കൊടുക്കാത്ത സേവനത്തിന് എക്സാലോജിക്കിന് പണം നൽകിയത് രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനെന്ന് സംശയമുണ്ടെന്നും SFIO ആരോപിച്ചിരിക്കുന്നു. കരിമണൽ കമ്പനിയായ CMRL 184 കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ പലർക്കായി നൽകിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവരുമുള്ളതായി സംശയമുണ്ടെന്നും ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും SFIO അഭിഭാഷകൻ വ്യക്തമാക്കി. CMRL-നെതിരായ അന്വേഷണം സാമ്പത്തിക ക്രമക്കേട്, അഴിമതി ആരോപണം എന്ന തലത്തിൽ നിന്ന് ഭീകരപ്രവർത്തനത്തിന്റെ പരിധിയിലേക്ക് മാറാനുള്ള സാധ്യതയിലേക്കാണ് NIA വിരൽ ചൂണ്ടിയത്. ഒരു സേവനവും കൈപ്പറ്റാതെയാണ് എക്സാലോജിക്കിന് പണം നൽകിയതെന്ന് CMRL ഉദ്യോഗസ്ഥർ സമ്മതിച്ചു. നൽകാത്ത സേവനത്തിന്റെ പേരിൽ എക്സാലോജിക് പണം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയായി എക്സാലോജിക്കും തമ്മിലുള്ള ദുരൂഹ ഇടപാട് സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആവശ്യമെങ്കിൽ മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കാമെന്നും കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.